അവളുടെ ആട്ടും തുപ്പൊന്നും എനിക്കറിയാൻ മേലായിട്ടല്ല. പക്ഷേ ഇപ്പോഴത്തെ എന്റെ സ്ഥിതി അതായിപ്പോയി. സൗകര്യക്കാരനായി പോയില്ലേ, പാപ്പ മുതലാളിയായി പോയി. പട്ടി കടിക്കാനായിട്ട് ഇലക്ഷനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി. ഇല്ലെങ്കിൽ എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ ഏലിയമ്മയും മക്കളെയും കൂടി ചവിട്ടിയും പുറത്തിറക്കിയേനി. ഉള്ളതാപ്പാ, അപ്പന്റെ ഈ മണാഗുണ വർത്തമാനം അല്ലാതെ പ്രവൃത്തിയിലൊന്നും കാണാനില്ല. ഒരു ദിവസത്തേക്ക് എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്. ആ തള്ളയും മക്കളെയും കൂടെ ചവിട്ടിയെ വഴിയിറക്കി കാണിച്ചു തരാം. ഒന്നാം തരം ഒരു വീടും ബംഗ്ലാവും കെട്ടിയിട്ട് അതിന്റെ മുമ്പിൽ കുടികിടപ്പുകാരെ പോലെ ഒരു കൂനാമൂച്ചി പെരയും അതങ്ങോട്ട് തട്ടിപ്പൊളിച്ച് കളഞ്ഞ നമ്മുടെ വീട്ടിന് എന്നാ ഷോ ആയിരിക്കും അപ്പാ പുറത്തുനിന്ന്. അപ്പൻ എന്നാ അത് മനസ്സിലാവാത്തത്? കൊല്ലം രണ്ടായില്ലേ ഇറങ്ങിത്തരാൻ പറഞ്ഞിട്ട്? പൊന്നുമല കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇറങ്ങുന്നില്ല. ഇനി അങ്ങോട്ട് ചവിട്ടി ഇറക്കണം. അപ്പനൊന്ന് കണ്ണടയ്ക്കാമോ? ഞാൻ ഇറക്കിത്തരാം. മോനെ ജിമ്മി, നീ നല്ല ജീവനോടിരിക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ചാൽ മതിയെന്ന് ഈ അപ്പനുണ്ട്. വളരെ കഷ്ടപ്പെട്ട ആ തള്ളയില്ലാത്ത നിന്നെയും ഈ കുഞ്ഞിനെയും ഞാൻ വളർത്തി ഈ നിലയിലാക്കിയത്. ആ ഏലിയാമ്മയുടെ ആങ്ങളമാരുണ്ടല്ലോ, ഗജപോക്രികള്, ഉപ്പുകണ്ടം ചട്ടപ്പിമാര്, അവരെ നീ തല്ലിയിറക്കും. അവന്മാര് വന്ന് നിന്നെ എടുത്തിട്ട് മെതിക്കും. എന്റെ പൊന്നപ്പാ, അതൊക്കെ പിച്ചാത്തിയും വെട്ടുകത്തിയും കേസാ. ഞാനേ തോക്കെടുക്കും, തോക്ക്. ആ തോക്കും വെടികൊണ്ട് ഒന്നും വേണ്ട. ഇന്ന് വികാരി അച്ഛൻ ഒരു കോംപ്രമൈസ് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ എന്താവുന്ന്. മരം കയറി മറിയാമ്മേ. നിന്റെ തള്ളയാടാ മരം കയറി മറിയാമ്മ. ഞാൻ എന്റെ തള്ളയെ തന്നെയാ വിളിച്ചത്. വെറുതെ അല്ലടാ മരമാക്രി. നിന്റെ തന്ത ഷാപ്പിലിരുന്ന് തന്തയ്ക്ക് 7 ദിവസം മുമ്പുണ്ടായവനെന്ന് നിന്നെ വിളിക്കുന്നത്. ഒരുത്തം കെട്ടവനെ. എനിക്ക് പള്ളിയിൽ പോയാലുള്ളതാ. വന്ന് കാപ്പിതാണല്ലേ. ഫാദർ, ആ, വേദപാഠം പഠിപ്പിക്കാൻ വരില്ല എന്ന് പറയാൻ വരികയായിരിക്കും, ഇല്ലയോ? നല്ലത് വരും കുഞ്ഞെ. വിവാഹമെന്ന കൂദാശിയുടെ അർത്ഥം, അതിന്റെ വ്യാപ്തി ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. തിരുസഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ഒരു നല്ല കുടുംബവും കുഞ്ഞുങ്ങളും ജീവിതവും ഒക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം. പുരുഷന്റെ സൗന്ദര്യമോ പണമോ അല്ല കാര്യം. മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ക്രിസ്തീയ വിവാഹത്തിന്റെ അടിത്തറ. അച്ഛോ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അന്യായം ഉണ്ടെങ്കിൽ അച്ഛൻ പറയണം. ഇവരിപ്പോ പറയാൻ പോകുന്നത് ഞാൻ ഈ ഇടവക തെണ്ടിക്കയറി വന്നവനാണ്, വരത്തനാണ്. അതെ, വരത്തൻ തന്നെയാ. 40-40 വർഷം മുമ്പ് ഞാനിവിടെ വന്നതാ. വളരെ കഷ്ടപ്പെട്ടും വേലയെടുത്ത് ജീവിച്ചും കുറെ കാശുണ്ടാക്കിയതാ. ഈ ഇടവകയിൽ ആരും കണ്ടാ ദൂഷ്യം പറയാത്ത, പട്ടണത്തിൽ നിന്ന് പോലും ആൾക്കാർ വന്നാ ദൂഷ്യം പറയാത്ത ഒന്നാം തരം ഒരു ബംഗ്ലാവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റ ബ്ലോക്കിൽ എനിക്ക് 10 ഏക്കർ സ്ഥലമാണത്. എന്നാൽ എന്റെ നടവാതിക്ക വന്ന് ഒരു 1/2 ഏക്കർ സ്ഥലത്ത് ഇവർക്ക് വന്ന് കിടക്കേണ്ട കാര്യം എന്താ? സമ്മതിച്ചു, അത് അവരുടെ സ്ഥലമാ, അപ്പനപ്പൂപ്പന്മാർ മുതലുള്ള സ്ഥലമാ. ഞാനതിന് ഈ നാട്ടിലെങ്ങും കിട്ടാത്ത വില കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതിപ്പോ ഇത്രയും നല്ല വീടും കെട്ടിയച്ച് ഞാൻ അവരുടെ പറമ്പിൽ കൂടെ കാറ് വിടണം. അതങ്ങോട്ട് മാറ്റിയാ എനിക്ക് നല്ല ഒന്നാന്തരം ഒരു പൂന്തോട്ടം ഉണ്ടാക്കാം. എന്റെ വീടിന് വഴിയുന്ന നല്ല ഒരു ദർശനവും കിട്ടും. കാര്യം ഇത് പള്ളിമേടയാണ്, പഞ്ചായത്ത് ഓഫീസ് അല്ല. എന്നാലും പൊതുസ്ഥലത്ത് പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പർ നിലയ്ക്ക് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. എടാ കൊച്ചുകുപ്പി, ഇതില് മിഖായിലേട്ടൻ എന്നാ പറയാനുള്ളത്? അച്ഛോ, ഞങ്ങള് കൂനാമൂച്ചി. അച്ചോ ഞാൻ പറയാം. ഇത് ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം മുഴുത്തോരെ കാണുമ്പോ ഇത് ഞാൻ വിറയ്ക്കും. എനിക്ക് വിറയ്ക്കത്തില്ല. എന്റെ അപ്പനും അമ്മയും ഓലമിടഞ്ഞ ചാണകമാരി വിറ്റുണ്ടാക്കിയ സ്ഥലമാ. എനിക്ക് ശ്രീധരൻ തന്ന സ്ഥലമാ. ആ സ്ഥലത്തൊരു കൂര കെട്ടിയാ ഞങ്ങൾ കിടന്നത്. അത് ചിലപ്പോ പാപ്പന് ഓർമ്മയുണ്ടാവും. അരിയില്ല, ഉപ്പില്ല, മുളകില്ല എന്നൊക്കെ പറഞ്ഞ് തന്റെ ചത്തുപോയ പെമ്പിള 100 തവണ കയറി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ താനും കയറിയിട്ടുണ്ട്. ചത്തുപോയ എന്റെ അപ്പന്റെ അമ്മയുടെ വേർപ്പ് ആ സ്ഥലം. ആ പറമ്പ് കൊത്തിക്കളയ്ക്കുമ്പോ ഞാൻ അവരെ ഓർക്കും. അച്ചോ, എനിക്ക് അവിടുന്ന് മാറാൻ പറ്റുകയില്ല. പിന്നെ ആകെയുള്ള 1/2 ഏക്കർ സ്ഥലത്ത് നിന്ന് 4 സെന്റ് സ്ഥലം ഇവർക്ക് എങ്ങനെ വഴിക്ക് വിട്ടു കൊടുക്കും? ഇയാളെ വേറെ പോകാൻ. അച്ചോ, എന്തെങ്കിലും കടുങ്കൈ ഞാൻ ചെയ്തെന്നിരിക്കും. അപ്പൊ പിന്നെ പള്ളിയിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ, അത് തന്നെയാ ഞാനും പറയുന്നത്. എന്തെങ്കിലും കടുങ്കൈ ഞാനും ചെയ്തെന്നിരിക്കും. എന്റെ കൈ അത്ര മോശമൊന്നുമല്ല. ഏലിയാമേ, ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയരുത്. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കണ്ടേ മറി. കൂനാമൂച്ചിൽ മിസ്റ്റർ മൈക്കിളിന്റെ വീട് എവിടെയാണ്? ഐ ആം കോർ. അതെ, കുഴിക്കൊച്ചി. കൊങ്ങാണ്ടൂരുകാരൻ കുഴിക്കൊച്ചി. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് സ്റ്റേഷനറി കട നടത്തുന്ന
മുണ്ടക്കയത്ത് 8-10 ഏക്കർ റബ്ബർ തോട്ടമുള്ള ഒരു കൊച്ചു. വയസ്സ് ഈ വരുന്ന നേരത്തിൽ 61 തികയും. ഈ പ്രദേശത്തൊക്കെ അപ്പോ നമ്മളെ അറിയും. ചേട്ടനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാണ്. ചേട്ടനോട് മാറിയിരുന്നേ. അതാണെങ്കിൽ മാറിയിടോ കൊച്ച. വണ്ടി വിട്, വണ്ടി വിടോ. കാര്യം നമ്മളൊക്കെ കത്തോലിക്കരാ. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാക്കും. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണം. വേണം. പക്ഷേ അതിലൊരു തിരുത്തുണ്ട്. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള ഒരു കത്തോലിക്കന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള വേറൊരു കത്തോലിക്കനോടുള്ള സ്നേഹം. അതാണ് എനിക്കും ചേട്ടനും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മിഖായലിനോട് എനിക്ക് സ്നേഹം വേണോ? കാര്യവയൽക്കാരനാണ്. ആ, ചേട്ടന്റെ മോനെ ഞാൻ നേരി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. പക്ഷേ ചേട്ടന്റെ മുഖത്തെ ആ കുലീനത്വം, ആ ഒരഴകും ഒക്കെ കണ്ട ചേട്ടന്റെ മോന്റെ കാമദേവനായിരിക്കും. ചുമ്മാ ഇരിയടാ. അല്ലടാ പാപ്പി. പിന്നെ ഈ തന്തയുടെ മോനല്ലയോ, മോശം വരത്തില്ല. ആ കാര്യം ആ പെണ്ണ് കാണാൻ സുന്ദരിയാ. പക്ഷെ ചേട്ടന്റെ മോന് ഇത് വേണോ? ഒന്നാമത് ഭ്രാന്ത്. ഞാൻ പറഞ്ഞല്ലോ, ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല. ഇനി ആ പെണ്ണിന് ഭ്രാന്തില്ലായിരുന്നെങ്കിൽ തന്നെ ചേട്ടന്റെ മോന് ആ പെണ്ണെ കെട്ടാൻ കിട്ടില്ല. അതെന്താ പാപ്പച്ച അങ്ങനെ? ഒരു തന്തയ്ക്കും പറയാൻ പറ്റാത്തതാ. എന്നാലും ഉള്ളതുപോലെ പറയണമല്ലോ. എന്റെ മോനില്ലേ ജിമ്മി, ചെറുപ്പത്തിന്റെ ശാലം കുരുത്തക്കേടൊക്കെ ഉണ്ടെന്ന് വെച്ചോ. അവന് വീട്ടിൽ ചില പോക്കുവരത്തൊക്കെ ഉണ്ടായിരുന്നു. 2 പെൺപിള്ളാരും ഉണ്ടെന്നോ തള്ളയും കൂടെ ഉണ്ടെന്നോ ഒക്കെ നാട്ടുകാർ പറയുന്നു. പിന്നെ അവളെയും കൊണ്ട് എറണാകുളത്തോ പാലക്കാട്ടോ ഒക്കെ പോയിന്നാ പറയുന്നേ. ഏതായാലും അവക്ക് വട്ടു വന്നേ പിന്നെ അവൻ വലിഞ്ഞു.